ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സെക്കൻഡ് സെക്സ് എന്നൊരു എസ്സേ ആണ് ബൈ സിമോൺ ഡി ബുവർ. ടോക്കിംഗ് അബൌട്ട് ദി ഓതർ, സിമോൺ ഡി ബുവർ വാസ് എ വെരി ഫേമസ് French existential writer and a life partner of Jean-Paul Sartre, who is another existential writer. And she is known for her book The Second Sex, which was published in 1949, which describes the human history from a feminist point of view. And it is from this book that the very famous statement, "One is not born a woman but becomes one," is taken from. And throughout the book, she talks mainly about male hegemony or patriarchal dominance. And the entire book is divided into 2 volumes. In the first volume, she talks about women's history and the myths that surround it. And in the second volume, she talks about the real life state of womanhood. ഈ ഒരു സെക്കൻഡ് സെക്സ് എന്ന ബുക്കിലെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമാണ് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ വിൽ ബി ഫോക്കസിങ് ഓൺ ദാറ്റ്. സോ ദ ഓതർ സ്റ്റാർട്ട്സ് ബൈ asking a question, what is a woman? And the common answer that she gets is that woman is a womb. That is, only those who have the female reproductive organs like the vagina, uterus or ovaries can be considered a woman. This is the common answer that she gets. And she furthermore says that although females are present equally as men in a society, still we say that femininity is in danger. So the next question obviously is, what is femininity? അതായത് ഒരു ഫെമിനിറ്റി അല്ലെങ്കിൽ സ്ത്രീത്വം എന്നൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലേ സ്ത്രീ ഉള്ളോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു നെസസിറ്റി ആണോ? എന്താണ് ഫെമിനിറ്റി എന്നുള്ളൊരു ക്വാളിറ്റി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണോ, അതോ ബേസിക്കലി എന്താണ് ഫെമിനിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഓതർ ചോദിക്കുന്നത്. Is it something secreted by the ovaries, or is it something philosophical? Is it just a concept? That is the question that she poses. ഇപ്പോൾ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഫെമിനിറ്റി എന്നുള്ളൊരു ക്വാളിറ്റീസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ കേട്ടതായിട്ടും അറിഞ്ഞതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദി അൺറിട്ടൺ റൂൾസ് ദ സൊസൈറ്റി ഹാസ് ഇമ്പോസ്ഡ് അപ്പോൺ us. മെയിൽ ആവുമ്പോൾ they are considered to be stronger, they are considered to be less vulnerable, especially showing less emotions, and females are considered to be very submissive or subordinate. They are considered the weaker sex or the second sex. അതാണ് ഈ ഒരു ബുക്കിൻ്റെയും ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. അതാണ്, ഫീമെയിൽസ് ആർ ഓൾവേസ് കൺസിഡേർഡ് ദ സെക്കൻഡ് സെക്സ് ഓർ ദി വീക്കർ സെക്സ്. ആൻഡ് ഈ ഒരു ബുക്കിലുടനീളം ഓതർ ചോദിക്കുന്നതും ഈ ഒരു കാര്യമാണ്, എങ്ങനെ അവർ സെക്കൻഡ് സെക്സ് ആക്കപ്പെട്ടു, ആരാണ് ആ ഒരു കാറ്റഗറി കൊണ്ടുവന്നത്. ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ തന്നെ അനലൈസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഫെമിനിറ്റി എന്നുള്ളൊരു കുറേ ക്വാളിറ്റീസ് സൊസൈറ്റി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്ത്രീ ആകുമ്പോൾ ഇന്ന രീതിയിൽ വേഷം ധരിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിക്കണം, നടക്കണം എന്ന കുറേ ക്വാളിറ്റീസ്. ആൻഡ് ഓൾസോ സബ്മിസീവ് ആയിരിക്കണം, സബോർഡിനേറ്റ് ആയിരിക്കണം, വീക്കാണ് എന്നുള്ളൊരു കുറച്ച് സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള നോഷൻസ്. ഇതാണ് ബേസിക്കലി ഫെമിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നതും നമ്മൾ കേൾക്കുന്നതും അതാണ്. പക്ഷേ ശരിക്കും അതെന്താണ്? അതൊരു ഫിലോസഫിക്കലായിട്ടൊരു കോൺസെപ്റ്റ് മാത്രമാണോ, ഇതൊരു നോഷൻ മാത്രമാണോ, ഓർ ഇസ് ഇറ്റ് സംതിങ് അതർ ദാൻ ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഓതർ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മൂവീസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോഴും വി സീ എ ഹീറോയിൻ ഹു ഇസ് ടോം ബോയിഷ്, ദാറ്റ് ഇസ് someone who prefers to wear men's clothing, someone who prefers to talk or act like a boy. I'm saying this in quotes, okay, like a boy. അങ്ങനൊരു ക്യാരക്ടർ നമ്മൾ ടോം ബോയിഷ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഹിസ്റ്ററി നോക്കുമ്പോഴും നമുക്ക് കാണാം, ഒരുപാട് വിമൻ റൂളേഴ്സ് ആണെങ്കിലും ദേ യൂഷ്വലി ആർ സീൻ വെയറിങ് മെൻസ് ക്ലോത്തിങ് ഓഫ് ദാറ്റ് ടൈം, wearing weapons that men usually use. ആൻഡ് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോഴേക്കും അത് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു ഫെമിനിറ്റിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. ഈ പറഞ്ഞ ടോംബോയിഷ് ക്യാരക്ടർ ആണെങ്കിലും വിമൻ റൂളേഴ്സിൻ്റെ ആ ഒരു മെയിൽ ക്ലോത്തിങ് ഒരു പ്രിഫറൻസും എല്ലാം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, women generally have this tendency to ignore or deny their femininity so that they can be considered equal with the men.
അവരുടെ സ്ത്രീത്വത്വം എന്നുള്ളൊരു ക്വാളിറ്റി ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഒരു രീതിയിൽ റിജക്റ്റ് ചെയ്താൽ മാത്രമേ അവരെ സൊസൈറ്റിയിൽ പുരുഷൻ്റെ അത്രയും ഒരു ഈക്വൽ സ്റ്റാറ്റസിൽ അവരെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ കൂടുതലും ഈ ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഒരു ക്ലോത്തിങ് അല്ലെങ്കിൽ ഒരു മാനറിസംസ് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒബ്വിയസ്ലി ദർ ഇസ് എ ഡിവിഷൻ, ദർ ഇസ് എൻ ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദി ജെൻഡേഴ്സ് where the men are considered to be more privileged and more dominant than the women in a society. കാരണം ഒരുപക്ഷെ ലീഗൽ പേപ്പേഴ്സിൽ ഈ ഒരു രണ്ട് ജെൻഡേഴ്സും തമ്മിൽ സിമെട്രിക്കലായിരിക്കും, ഈക്വൽ റൈറ്റ്സ് രണ്ട് പേർക്കും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സൊസൈറ്റി വന്ന് കാണുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേർ ദി വേർഡ് മെൻ ഓർ മാൻ ഇസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഓഫ് പോസിറ്റീവ് ഓർ ന്യൂട്രൽ. ഇപ്പോൾ മനുഷ്യനെയും പ്രകൃതിയെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മാൻ ആൻഡ് നേച്ചർ എന്നാണ്. വി ഡോണ്ട് സേ വുമൺ ആൻഡ് നേച്ചർ ആൻഡ് വി റെയർലി സേ ഹ്യൂമൻ ആൻഡ് നേച്ചർ. ഇറ്റ്സ് ഓൾവേസ് മോർ ഓർ ലെസ് മാൻ ആൻഡ് നേച്ചർ. ഓൾസോ ഹ്യൂമൻ കൈൻഡ്. മനുഷ്യരാശിയെ മൊത്തം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വി ഓൾവേസ് യൂസ് ദ ടേം മാൻ കൈൻഡ്. വി ഡോണ്ട് യൂസ് ദ ടേം വുമൺ കൈൻഡ് ഓർ ഈവൻ ഹ്യൂമൻ കൈൻഡ് പോലും വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ വായിൽ വരുന്നതും പെട്ടെന്ന് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കും മാൻ കൈൻഡ് എന്നാണ്. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാൻ എന്നൊരു വാക്ക് ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ പോസിറ്റീവ് ആൻഡ് ദ ന്യൂട്രൽ. while the women is considered to be a negative connotation. that is മൂവീസിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അസൂയ വരുന്ന ഒരു സീൻ വരുന്നു, പെട്ടെന്ന് അസൂയ കാണിക്കുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അങ്ങനെ ഒരു സെൽഫിഷ് ആയിട്ടൊരു ക്യാരക്ടറൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ഡയലോഗ് കാണും, പെണ്ണല്ലേ വർഗം, അല്ലെങ്കിൽ അതൊരു സ്ത്രീ അവൾ അങ്ങനെ സ്ത്രീ ആയതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊരു വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആൻഡ് ജോക്സ് ആയാലും ഡയലോഗ്സ് ആയാലും ആ ഒരു രീതിയിലുള്ളൊരു സംസാരം നമ്മൾ സിനിമാസിലും കാണുന്നുണ്ട്, മൂവീസിലെല്ലാം കാണുന്നുണ്ട്. എസ്പെഷ്യലി പഴയകാല മൂവീസിലാണെങ്കിലും അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് തന്നെ കാണിച്ചു വെച്ചിരുന്നൊരു കാര്യമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ്. ദാറ്റ് ഈസ് ദ വുമൺ ഓൾവേസ് റെപ്രസെൻറ്റ്സ് നെഗറ്റീവ് ആൻഡ് ഷീ ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ബിക്കോസ് it was usually believed that she thinks with her hormones. Just because she has ovaries and uterus, it is considered that her emotions are controlled by her hormones. Men also have these reproductive organs, they also have hormones, but they are not subjected in that way. ഒരിക്കലും അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരത്തില്ല ദാറ്റ് മെൻ ഓൾവേസ് തിങ്സ് വിത്ത് ഹിസ് ഗ്ലാൻസ് ഓർ മെൻസ് ഇമോഷൻസ് ആർ കൺട്രോൾഡ് ബൈ ഹോർമോൺസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലൊരു സ്റ്റിഗ്മ വന്നിട്ടില്ല. ഇറ്റ്സ് ഓൾവേസ് ദ വുമൺ ഹൂസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് വാട്ട് കൻ ഐ സേ സ്റ്റിഗ്മ. ആൻഡ് ഇതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലിയർ ഇനീക്വാളിറ്റി, ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ അതർ എന്നുള്ളൊരു ഡിവിഷനും ഇതിലൂടെ വരാവുന്നത്. അതായത് ആരാണോ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കാറ്റഗറി ആയിരിക്കും എപ്പോഴും സബ്ജക്റ്റ് എന്നും അബ്സല്യൂട്ട് എന്നും കൺസിഡർ ചെയ്യുന്നത്. ആരാണോ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് അവരെയാണ് അതർ എന്നൊരു ടേം വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് സൊസൈറ്റി വരുമ്പോഴേക്കും it is the man who is considered as the absolute and the women who is considered as the other. സോ ഈ അതർ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് കൂടുതലും കൊളോണിയലിസം വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാരണം ബ്രിട്ടീഷുകാരിപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന സമയത്തും നമ്മളായിരുന്നു ഇവിടുത്തെ നേറ്റീവ്സ്, നമ്മളായിരുന്നു അബ്സല്യൂട്ട് ആൻഡ് ദേ വെർ ദി അതർ. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ ഇറ്റ് ഹാസ് എ റെസിപ്രോക്കൽ ക്ലെയിം. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു വിദേശി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഹി ഓർ ഷീ ഈസ് കൺസിഡർ ദി അതർ ആൻഡ് വി ആർ ദ നേറ്റീവ്സ് ബിക്കോസ് ദ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ഇൻ ഹി ഡസൻ ബിലോങ് ഹിയർ. അപ്പോൾ അതാണ് അതർ എന്നൊരു ടേം വരുന്നത്. സിമിലർലി നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിലും നമ്മളായിരിക്കും അവിടുത്തെ അതർ. അവരായിരിക്കും അവിടുത്തെ താമസിക്കുന്ന ആരാണോ ആ ആളായിരിക്കും അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളൊരു അബ്സല്യൂട്ട് ആയിട്ടൊരു ആൾ. നമ്മളായിരിക്കും അവിടുത്തെ അതർ ബിക്കോസ് വി ഡോണ്ട് ബിലോങ് ഇൻ ദാറ്റ് പ്ലേസ്.
വി ആർ എ വിസിറ്റർ ഓർ എൻ ഔട്ട്സൈഡർ. അങ്ങനൊരു വളരെ മാറി നിൽക്കുന്ന ഒരാളെയാണ് എപ്പോഴും അതർ എന്നൊരു കോൺസെപ്റ്റ് വെച്ച് എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ദി വുമൺ ഇസ് ഓൾവേസ് കൺസിഡർ ദി അതർ. ആൻഡ് വൈ? ബിക്കോസ് the other counterpart, the males, are always considered as the dominant sex, and women do not, to some extent, women were considered to be very vulnerable and in need of protection of the dominant sex. അങ്ങനെയൊരു നോഷനും ആ സമയത്തുണ്ടായിരുന്നു. And there were fights to counter this. There were women who fought for their right, for their equal status, but more or less the struggles were considered as symbolic agitation. Why? Because there was a lack of solidarity between women themselves. കാരണം ഈ ഒരു മൂവ്മെൻറ്റ്സ്, ഫെമിനിസ്റ്റിക് മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അത് ഒരു രീതിയിലൊരു സിംബോളിക് മാത്രമായിരുന്നു എന്ന് പറയുന്ന അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം ഈ സ്ത്രീകളുടെ ഇടയിൽ പോലും ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു എന്ന് ഓഥർ പറയുന്നു. കാരണം ഇപ്പോൾ മൂവ്മെൻറ്റ്സ് വരുന്നു, റൈറ്റ്സ് കിട്ടുന്നു, സ്റ്റാറ്റസ് കിട്ടുന്നു, അപ്പോൾ പോലും ഒരു പക്ഷേ കുറച്ചും കൂടി ഇക്കണോമിക്കലി ഫിനാൻഷ്യലി ഫോർവേഡായിട്ട് നിൽക്കുന്ന, കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കായിരിക്കും അപ്പോൾ പോലും ആ ഒരു സ്റ്റാറ്റസും ഇക്വാളിറ്റിയും കിട്ടുന്നത്. സമൂഹത്തിൽ താഴെത്തട്ടി നിൽക്കുന്ന, എക്കണോമിക്കലി ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ അപ്പോഴും ദേ ആർ സ്റ്റിൽ സഫറിങ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ സ്റ്റാറ്റസ് ഓർ ദ റൈറ്റ്സ് ദാറ്റ് ദേ ഡിസേർവ്. കാരണം ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് എല്ലാ സ്ത്രീകളെയും എല്ലാ രീതിയിലും ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന എല്ലാ തട്ടിലെയും ഉള്ള സ്ത്രീകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ സ്ത്രീകൾക്ക് മാത്രമാണ് അവർ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു റൈറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ റൈറ്റ്സ് കിട്ടാത്ത, സ്റ്റാറ്റസ് കിട്ടാത്ത വേറൊരു സെക്ഷൻ സ്ത്രീകൾ അപ്പോഴും താഴെ തട്ടിക്കിടപ്പുണ്ടായിരുന്നു. അങ്ങനൊരു ഡിവിഷൻ, അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡിവിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇപ്പോഴും നടക്കുന്നതും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒരു സിംബോളിക് മാത്രമാണെന്നും ഓഥർ പറയാൻ കാരണം ഈ ഒരു റീസൺ വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ദ റീസൺ വൈ ഷീ, ദാറ്റ് ഈസ് ദി ഫീമെയിൽ സെക്സ്, ഇസ് ഓൾവേസ് കൺസിഡർ ദി അതർ. Because even when her rights are legally recognized, economically, it was seen that it was the men who hold better jobs, who got higher wages, who got more opportunities. ഇത് ഓഥർ പറയുന്നത് ഈ ഒരു 1949, 1950 ഒരു സമയത്താണ് ഈ ഒരു എസ്സേ എഴുതുന്നത്. ആ ഒരു സമയത്താണ് കൂടുതലും ഓഥർ പറയുന്നത്. ബട്ട് ഈവൻ ദെൻ, ഈവൻ ഇൻ പ്രസൻറ്റ് സിനാറിയോ വി ക്യാൻ റിലേറ്റ് ടു ഇറ്റ് മോർ ഓർ ലെസ്, റൈറ്റ്? സോ it was mostly seen that it is the opposite gender, the absolute gender, who was considered to be more opportunistic. അവർക്കാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നത് എന്നുള്ളൊരു ഡിവിഷനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊരു ചെറിയ മാറ്റങ്ങളും വന്നായിരുന്നു. കാരണം ബേസിക്കലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്താണെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു ജോലിക്ക് വേണ്ടി. ദേ വെർ മോർ ദാൻ വില്ലിങ് ആൻഡ് ദേ വെർ മോർ ദാൻ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ ജോബ്. പക്ഷെ അപ്പോൾ പോലും അവരെ സപ്പോർട്ട് ചെയ്ത ഒരു മെയിൽ ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, മെൻ ഉണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത മെൻ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഭൂരിഭാഗം ആൾക്കാർക്കും തോന്നിയത് ഇവർ നമ്മുടെ ജോലി തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഇടയിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നു, ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നവരും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ യു കാൺ ബ്ലെയിം ദം, ബിക്കോസ് ദാറ്റ് ഈസ് ദ ഐഡിയോളജി ദേ വെർ റേസ്ഡ് ഇൻ. പണ്ടത്തെ ഐഡിയോളജി എന്ന് പറയുന്നതും ആ ഒരു കാര്യമാണ്. ഇതൊരു ഡെവലപ്മെൻ്റാണ്, ഒരു ഇവൻ്റ് കൊണ്ടുണ്ടായ ഒരു ഐഡിയോളജി അല്ല. മിത്സ് ആയാലും ലെജൻസ് ആയാലും നമ്മൾ എടുക്കുകയാണെങ്കിലും ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ റിലീജിയൻ ദാറ്റ് it was always considered that women is supposed to be the subordinate. ആഡം ആൻഡ് ഈവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ദൈവം ആദ്യം ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, പിന്നീടാണ് ഈവിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവ് സെക്കൻഡ് സെക്സ് ആയി, അല്ലെങ്കിൽ ഇത് അതർ സെക്സ് ആയി എന്നുള്ളൊരു നോഷൻ, ഒരു കൺസിഡറേഷൻ. ഓൾസോ പണ്ടോറാസ് ബോക്സ്, പണ്ടോറ ഒരു ബോക്സ് തുറന്നതോടെയാണ് ലോകത്തെ എല്ലാ അസുഖങ്ങളും പുറത്ത് ചാടിയത് എന്നുള്ളൊരു, അവിടെയും ഒരു ബ്ലെയിം എന്ന് പറഞ്ഞാൽ പണ്ടോറയുടെ ജെൻഡറിനെയാണ് ബ്ലെയിം വരുന്നത്. സോ
That is why women are always considered as the other sex. ഈ ഒരു ഐഡിയോളജി വളർന്ന സമൂഹമായതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഒരു വീടുകളിൽ ഇരിക്കുന്ന ആ ഒരു വീടുകളിൽ ഇരിക്കണം പറഞ്ഞ് വെച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ മുന്നോട്ട് വരികയും പുറത്ത് ജോലി ചെയ്യാൻ നോക്കുകയും ശ്രമിച്ച സമയത്ത് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇന്നെ അപ്പോസ് ചെയ്തതും ഇന്നെ റിജക്റ്റ് ചെയ്യാൻ, ഈ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യാനും കാരണം ഇതാണ്. കാരണം women were always considered to be dependent on men. Women were considered to be only focused on the household work or remain in the kitchen. So obviously അതിൽ നിന്നൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഫാക്ടറി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ഒരു പണ്ടത്തെ മോറൽ ലോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ആൻഡ് that is why 18th and 19th century democratically കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. There were men who supported these women who were coming to the forefront, but then again they showed an partiality. So conclusion പറയുവാണെങ്കിൽ ഓഥർ പറയുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ, ആരാണ് സുപ്പീരിയർ സെക്സ് അല്ലെങ്കിൽ ആരാണ് ഇൻഫീരിയോറിറ്റി സെക്സ്, ഈ ഒരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ അതർ എന്നൊരു നോഷൻ അല്ലെങ്കിൽ വിമൺ ഫോർ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അതിനർത്ഥം അതർ മറ്റേ കൗണ്ടർ പാർട്ടിൻ്റെ ജോബ്സ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ളൊരു നോഷൻസ്, ഇതെല്ലാം വെറും കറപ്ഷൻസ് ആണെന്നാണ് ഓഥർ പറയുന്നത്. കാരണം ഒരു ഹെൽത്തി ഡിസ്കഷന് വേണ്ടി ഇതൊരിക്കലും ഒരു ഹെൽത്തി ഡിസ്കഷൻ്റെ ഭാഗമാകുന്നില്ല. നമ്മളിപ്പോൾ ഫെമിനിസത്തിനെ കുറിച്ചും ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ ഒരു ആരാണ് സുപ്പീരിയർ അല്ലെങ്കിൽ ആരാണ് ഇൻഫീരിയർ എന്നൊരു ചിന്ത, ആ ഒരു ഡിബേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹെൽത്തി ഡിസ്കഷൻ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓഥർ പറയുന്നത് ഇങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചിട്ട് ഒരു സ്ത്രീയെ ഒരു ഫ്രീ ആൻഡ് ഓട്ടോണോമസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടി ജെൻഡർ ഇക്വാളിറ്റിയിലേക്കുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അല്ലാത്ത പക്ഷം വിൽ ബി സ്റ്റക്ക് ഇൻ ദ സെയിം സൈക്കിൾ. ആരാണ് സുപ്പീരിയർ എന്നൊരു ക്വസ്റ്റ്യൻ്റെ പുറകെ പോവുകയാണെങ്കിൽ വിൽ ഓൾവേസ് ബി സ്റ്റക്ക് ഇൻ ദ സെയിം ഇനീക്വാളിറ്റി ആൻഡ് cycle of discrimination, and the woman can only find herself in a world that is presumably dominated by the men only if she comes out of this role of the other ആണ് അല്ലെങ്കിൽ വീക്കർ സെക്സ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പക്ഷേ ഫോർ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ഈ ഒരു റോൾ, ഈ ഒരു നോഷൻ വെറും ഒരു ഐഡിയോളജി ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇനീക്വാളിറ്റി, ഒരു ഡിസ്ക്രിമിനേഷൻ ഫൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഒരു ഹെൽത്തി ഡിസ്കഷനിലൂടെ നമുക്കൊരു പ്രോബബ്ലി ഒരു ക്വാളിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കാനും പറ്റത്തുള്ളൂ എന്നാണ് ഓഥർ പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ദി കൺക്ലൂഷൻ ഓഫ് ദി പാർട്ട്. So I hope this video was useful to you, and we mainly discuss all the main points that the author discusses. And do like the channel and hit the subscribe button if you like the video, and share your opinions. So I'll see you in the next video. Thank you.